നമസ്കാരം. കോട്ടയം ഇളക്കാട്ടൂർ മറ്റപ്പള്ളിയിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കുടുംബത്തിലെ നാലാമത്തെയാളും മരിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ അലൻ തോമസ് ആണ് ചൊവ്വാഴ്ച മരിച്ചത്. 12 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട് നടക്കും. അലന്റെ മാതാപിതാക്കളായ ചിറ്റപ്പുറത്ത് വീട്ടിൽ തോമസ്, ജോസ്ന തോമസ്, സഹോദരി മരിയ തെരേസ എന്നിവർ കഴിഞ്ഞ ദിവസങ്ങളിൽ മരിച്ചിരുന്നു. കീടനാശിനി ഉള്ളിൽ ചെന്ന നിലയിലാണ് ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കഴിഞ്ഞ ജൂലൈ 13-നായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം പുറത്തറിഞ്ഞത്. മണ്ണൂർപ്പള്ളി പൂവത്തിളപ്പ് റോഡിലെ മറ്റപ്പള്ളി ജംഗ്ഷന് സമീപമുള്ള വീട്ടിൽ തോമസിനെയും കുടുംബത്തെയും അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ജോസ്നയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതിനെ തുടർന്ന് സഹോദരൻ വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് 4 പേരെയും വീട്ടിനുള്ളിൽ വിഷം കഴിച്ച് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. വിദഗ്ധ പരിശോധനയിലാണ് ഇവർ വീര്യമേറിയ കീടനാശിനി ഉള്ളിൽ കഴിച്ചതാണെന്ന് സ്ഥിരീകരിച്ചത്. കുടുംബം അനുഭവിച്ചിരുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതകളാണ് ഇവരെ ഈ തീവ്ര തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. കൂരോപ്പട സർവീസ് സഹകരണ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മരണപ്പെട്ട ജോസ്ന. ഇവർ പ്രാദേശികമായി നടത്തിയിരുന്ന സ്വകാര്യ ചിട്ടികളുമായി ബന്ധപ്പെട്ട് വൻ തുകയുടെ ബാധ്യതകൾ നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. ചിട്ടി പണം തിരികെ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും മാനസിക സമ്മർദ്ദങ്ങളുമാകാം ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാമ്പാടി പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ, കടബാധ്യതകൾ, ചിട്ടി ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജോസ്നയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരിൽ നിന്നും വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. കടക്കണിയിലേക്ക് കുടുംബത്തെ തള്ളിവിട്ട സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജോസ്ന പലരിൽ നിന്നും പണം വാങ്ങി ചിട്ടി നടത്തിയിരുന്നു. എന്നാൽ ചിട്ടിത്തുക നൽകാൻ കഴിയാത്തതോടെ കുടുംബം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് കരുതുന്നത്. മണർക്കാടുള്ള ഒരാൾക്ക് പണം നൽകാം എന്ന് പറഞ്ഞിരുന്ന ദിവസമാണ് കുടുംബം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കോതനല്ലൂർ സ്വദേശിയായ ജോസ്നയുടെ സഹോദരൻ പല പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ എടുത്തിരുന്നില്ല. തുടർന്ന് വൈകിട്ട് മറ്റപ്പള്ളിയിലെ വീട്ടിൽ എത്തിയപ്പോഴാണ് വീട് പൂട്ടിയ നിലയിൽ കണ്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 4 പേരെയും വീട്ടിനുള്ളിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിൻവാതിൽ ചവിട്ടി തുറന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് കുടുംബാംഗങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചത്. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങളാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് പറയുമ്പോഴും ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയും രേഖപ്പെടുത്തേണ്ടി വരും. നാട്ടുകാരുടെ സഹായത്തോടെയായിരുന്നു ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. പിറ്റേ ദിവസം തന്നെ മൂത്ത മകൾ മരണപ്പെടുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമ്മയും അച്ഛനും മരിച്ചത്. ഇന്നലെ അലനും.